ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മെഹന്തിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കുന്നത്. കാരണം ഇതിന് തലേന്ന് മെഹന്തി ഉണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ മെഹന്തി ഇടാറുണ്ട്. ഒരു നോർമൽ ആൾക്കാരൊക്കെ മെഹന്തി ഇടാറുണ്ട്. പോലെയൊക്കെ വലത്തെ കൈ ഇട്ട് എടുത്ത് കഴിയുമ്പോൾ മെഹന്തി ഇടും. പക്ഷേ ഇതിലത്തെ ഇത് പറയണ്ടേ, ഞാൻ ഇടത്തെ കൈ ഇട്ട് വലത്തെ കൈമ മെഹന്തി ഇടുന്നു. നമുക്ക് ഇട്ടിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഡിസൈൻ പറയുന്നത്. ഇതാണ് നമ്മൾ ഇട്ടോക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ കൈമ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. ഈ കൈമേൽ ഇട്ടിട്ടുണ്ട്. ഇതാ ഈ കൈമേൽ ഇട്ടിട്ടുണ്ട്. ഈ പിക്ചറാണ്. രണ്ടും നല്ല ഇഷ്ടമാണ് പിക്ചറാണ്. എല്ലാ മോഡൽ നമുക്ക് ഇതിടാം. നമ്മൾ അലീനാണ് ഉപയോഗിക്കുന്നത്. നമുക്കപ്പോൾ ഇടാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം പറയാം, എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റൊക്കെ ചെയ്യുന്നുള്ള കൊച്ചു അഭിപ്രായങ്ങൾ. പിന്നെ ഈ വീഡിയോ നല്ല ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലേക്കെല്ലാം ഒന്ന് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡിസൈനാ ഈ ഡിസൈൻ കാണിക്കേണ്ടതില്ല. ഞാൻ ഷോളൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മെഹന്തി ഇടാം. ആദ്യം നമ്മൾ നന്നടിച്ച ഫ്ലവറാണ് വരയ്ക്കുന്നത്. നമുക്ക് ഒരു വിധത്തിന് കട്ട പിടിച്ചു. നമ്മൾ കട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, ഒക്കെ സഹിക്കണം. അപ്പോൾ ഞാൻ ഈ ഫ്ലേവർ കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ലീന് കംപ്ലീറ്റ് ആക്കി ഇനി ആ ഫ്ലേവർ വരയ്ക്കുകയാണ്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഫ്ലേവറാണ് വരയ്ക്കുന്നത്. എനിക്ക് താറാവിൻ്റെ ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ടാവും. എൻ്റെ പുതിയ താറാവിനെ കൊടുന്ന് എൻ്റെ വീട്ടിൽ വളർത്താൻ. ആരൊക്കെ വീട്ടിൽ താറാവ് വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ മെഹന്തി ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവറിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഫോൺ ലോക്കായി. നമുക്ക് റാറാസ് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. ഈ ഫ്ലേവർ കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് ഫുള്ളാക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലേവർ കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ച് കുത്തി സ്വന്തമായിട്ട് മെഹന്തി ഉണ്ടെങ്കിൽ പോലെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീണ്ടും റാറ, പിന്നെ ഫസ്റ്റ് കേക്കിൻ്റെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് പറഞ്ഞ മാതിരി നമ്മളെ മെഹന്തിൻ്റെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു. ഫ്ലേവർ ഫുള്ള് കണ്ട് വിചാരിക്കുന്നു. കണ്ട് ഇനി സെക്കൻഡ് ഭാഗം ഞാൻ ഫുള്ളായിക്കാണ്ട് കാണിച്ചു തരാം. ഉണ്ടാക്കാം. ആ വീഡിയോ കട്ട് ചെയ്ത് കുറേ ടൈം എടുക്കും. പിന്നെ ബോറടിക്കും. പിന്നെ രണ്ടാമതും
ഇതാ ഇനി ഇതാ നമ്മൾ ഈ ഫ്ലവറിന് ചെയ്ത പോലെ ഇവിടെയും കുത്തിട്ട് കൊടുക്കാം. ഏകദേശം ഈ ഫ്ലവറിൻ്റെ പോലെ തന്നെ ഇതാ ഇവിടെയും ഇങ്ങനെ ഇത് ഇങ്ങനെ വളച്ച് ഇത് നേരെയെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം എന്നല്ല, ഒന്ന് തന്നെയാണ്. ഇങ്ങനെ കൊടുക്കാം. നമ്മളത് രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഭാഗം. അപ്പോൾ ഇതാ മൂന്നാമത്തെ ഭാഗം ഞാൻ കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ മൊത്തം ഈ ബോക്സിൽ മൊത്തം ഫ്ലവർ വരയ്ക്കാനാണ്. എങ്ങനെയായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ തീരെ മറക്കരുത്. കാരണം ഈ വീഡിയോ ഇടാനുള്ളൊരു എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എങ്ങനെ മൈലാഞ്ചി ഉണ്ടോലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പേര് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ മൂന്നാമത്തെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗത്തിൽ ഫുള്ള് ഫ്ലവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ നാലാമത്തെ ഭാഗമാണ്. നമുക്ക് ഇവിടെ ആദ്യം ഒരു ഫ്ലവർ വരയ്ക്കണം ഒരു സൈഡിലായിട്ട്. കട്ട പിടിച്ച് കട്ട പിടിക്കുന്നു. പിന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ കട്ടക്ക് കൂടെ നിൽക്കേണ്ട കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അഥവാ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 4 പേരാണ്. സിനീന, ഷർഫിയ, ഇഷാന പോലൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഗ്യാങ്ങാണ്. അങ്ങനെ ഗ്യാങ്ങിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് വേറെ വൈബാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ കൂടെ ഓലുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ 4ാമത്തെ ഭാഗമാണ്, ഫ്ലവറാണ് വരയ്ക്കണേ. ഇവിടെ വരച്ചത് പോലത്തെ ചെറിയൊരു ഫ്ലവറാണ് അവിടെ വരയ്ക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തോന്നണു. എൻ്റെ വീഡിയോ ഉപകാരപ്പെടും. എന്തെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് വെഡിങ്ങിനിടാം, ഇനി അടുത്ത ഈദിന് വേണമെങ്കിൽ ഇടാം. അതൊക്കെ നല്ല ഇഷ്ടം. അതാ നമ്മൾ ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഫ്ലവർ വെച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ബോക്സ് ആണ് നോക്കുന്നത്. നമ്മൾ നേരെയുള്ള വര അടിച്ചിട്ടുണ്ട്. ഇനി സൈഡിലോട്ടുള്ള വര കൂടി. ഇനി ഇതിൽ ഓരോ ബോക്സ് ഇങ്ങനെ കളർ ചെയ്യാനാണ്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ കട്ട് ചെയ്ത് വേഗമായിട്ട് പോവുകയാണ്. ഇതാ ഈ ഭാഗം കൂടി ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ കൂടി നമുക്ക് ഫുള്ളാക്കാം. ഇത് ഇവിടുത്തെ ഈ ഫ്ലവറിന് നമ്മൾ പുള്ളി ഇട്ടുകൊണ്ട് ഷെയ്ഡ് ചെയ്തില്ല, അതേപോലെ തന്നെ വിരലുമലും ചെയ്ത് ഫ്ലവർ വരയ്ക്കുന്നില്ല മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ കൈമ ഷെയ്ഡ് തൊപ്പി ഇടുകയാണ് കേട്ടോ. മൈലാഞ്ചി കയ്യിൽ കൂട്ടി ചോര കൊടുക്കുന്നത് പോലെ എടുക്കാം. അപ്പോൾ ഇതാ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൈൻ്റെ ഉള്ളിലത്ത് ഇതാട്ടോ, ഉള്ളിലത്ത് കണ്ടോളൂ. ഇനി ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഹന്തിൻ്റെ ഫുള്ള് കണ്ടോളി. അപ്പോൾ ഗൈസ്, എൻ്റെ മെഹന്തിനെയും എന്നെയും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.